നിയമം നോക്കുകുത്തിയായെടുത്ത് വിജയ് പി നായർ എന്ന യൂട്യൂബറിനെതിരെ 3 സ്ത്രീകൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും പറഞ്ഞത് ഇതാണ്: കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, ശക്തമായ നിയമ നടപടി ഉടനുണ്ടാകും. എന്നാൽ സാർ, നിങ്ങളുടെ ഒന്നും പരിഗണനയിൽ വരാത്ത ഒരു വലിയ വിഭാഗം കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിടുന്ന കേരളത്തിലെ കത്തോലിക്ക സന്യാസിനികളാണ് ആ വിഭാഗം. സന്യസ്തരും മനുഷ്യരല്ലേ? അവർക്കും നിയമമില്ലേ? അവർക്കും നിയമ പരിരക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം ഈ സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കുമില്ലേ? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സൈബർ പോരാളികളെ അറിയുക, സന്യസ്തർ ഒറ്റയ്ക്കല്ല. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു റിട്ടയർഡ് SP അഡ്വക്കേറ്റ് KM ആന്റണി IPS, മണ്ണക്കനാട് ഹോളി ക്രോസ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റാണി ജോ SCC, ദീപിക ബാലസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി കണ്ണഞ്ചിറ, KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ആന്റണി ചാലക്കര. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ ചോദ്യം സിസ്റ്റർ റാണി ജോയിലേക്കാണ്. കഴിഞ്ഞ കുറേ നാളായി കേരളത്തിലെ സന്യാസിനികൾക്കെതിരെ വളരെ അശ്ലീലം കലർന്ന സൈബർ ആക്രമണമാണ് നിങ്ങൾ നേരിടുന്നത്. ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കമൻറ്റുകളിലൂടെയൊക്കെ നിങ്ങളൊന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വളരെ വേദനിപ്പിക്കുന്ന ഭാഷയിലാണ് സന്യസ്തരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നിങ്ങൾ കാണുക. ഇത്തരം കമൻറ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുക? അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് തോന്നുക? സിസ്റ്റർ റാണി. ഇങ്ങനത്തെ പ്രതികരണങ്ങൾ വളരെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഞാനത് ഫോളോ ചെയ്യാറുണ്ട്. വളരെയധികം വേദനാജനകവും ദുഃഖപരവുമാണ് ഇങ്ങനത്തെ കമൻറ്റുകൾ കാണുന്നത്. കാരണം ഞങ്ങളെപ്പോലെയുള്ള സന്യസ്തർ നിരവധിയായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സേവനനിരതരായിരിക്കുന്ന സന്യസ്തരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ മറന്നുകൊണ്ടാണ് ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ വളരെ വിമർശിക്കപ്പെടുന്നത് കാണുമ്പോൾ വളരെയേറെ ദുഃഖം തോന്നാറുണ്ട്. പ്രതികരിക്കാൻ ഇടം ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ആരുമില്ലേ എന്നെൻ്റെ മനസ്സിൽ കൂടെ പല പ്രാവശ്യം ചോദ്യങ്ങൾ കടന്നു പോയിട്ടുമുണ്ട്. വളരെയധികം വേദനാജനകമാണ് കാണുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ മറന്നുകൊണ്ടാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിന് പ്രേക്ഷകർ കൂടുതലുമുണ്ട്. വളരെ വേദനാജനകമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടന്നതിൽ മുഖ്യമന്ത്രിയും നമ്മുടെ ശൈലജ ടീച്ചറും ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറും പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ സന്യസ്തർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ്. എൻ്റെ പ്രതീക്ഷ സന്യസ്തരായ ഞങ്ങളും ആ വനിതാ കൂട്ടായ്മയിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് വനിതാ കമ്മീഷനോട് ഒരു ചോദ്യമുണ്ട്. സന്യസ്തരായ ഞങ്ങളും കേരളത്തിൽ തന്നെയുള്ള വനിതകളല്ലേ? ഞങ്ങൾക്ക് വേണ്ടി കൂടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമായി വനിതാ കമ്മീഷൻ മാറും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷ വനിതാ കമ്മീഷൻ നിറവേറ്റും എന്ന് ഞാൻ കരുതുന്നു. വ്യക്തമാണ്. അഡ്വക്കേറ്റ് KM ആന്റണി, ഈ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുകയും അല്ലെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ KM ആന്റണി. ഇത്തരം കേസുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു കാര്യം ഇതാണ്: IT ആക്ട് എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ 66A ഇപ്പോൾ ഇല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളുടെ പരാതി ഇങ്ങനെ സ്വീകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന നിലയിലുള്ള പ്രതികരണമാണ് കേരളത്തിലെ എല്ലാവർക്കും കിട്ടുന്നത്, പ്രത്യേകിച്ച് സൈബർ കേസുകളിൽ എടുക്കുമ്പോൾ. എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനത്തിൽ നിന്ന് ഇത്തരം സൈബർ ആക്രമണത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടാത്തത്? എന്താണ് പ്രതികരണം? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന ഇത്തരം പ്രവണത തീർച്ചയായിട്ടും അത് കേസെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയാസിൽ ഈ അടുത്ത കാലത്തായിട്ട് സന്യസ്തരെ വളരെയധികം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് നടപടി എന്ന് പറയുന്നത് പോലീസിൻ്റെ സ്വതവേയുള്ള
ഒരു അലംഭാവം എന്നുള്ളത് അതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം IT ആക്ട് പ്രകാരവും IPC പ്രകാരവും അതുപോലെ തന്നെ മറ്റ് KP ആക്ട് പ്രകാരവും കോഗ്നിസിബിളായിട്ട്, അതായത് പോലീസിനെ നേരിട്ടെടുക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ് ഇതിൽ ഉള്ളത്. പോലീസ് കേസെടുക്കുന്നില്ല എങ്കിൽ അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട മേലധികാരികളുടെ അടുത്ത് അത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നടപടി എടുക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള, അതല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം CRPC ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് 154 അനുസരിച്ച് പോലീസ് ഒരു നേരിട്ടെടുക്കാവുന്ന കുറ്റകൃത്യം വെളിവായി കഴിഞ്ഞാൽ FIR എടുക്കണമെന്നുള്ളത് അത് നിബന്ധനയാണ്. അതില്ല എങ്കിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട്, ബന്ധപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുക്കുവാനും SP-യുടെ ശ്രദ്ധയിൽ അത് പെടുത്തുവാനുമുള്ള നിയമ സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പോലീസ് ഒട്ടും തന്നെ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കോടതി മുഖേന നടപടി സ്വീകരിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ അത്തരത്തിൽ ഒരു പരാതി കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ ആ കടമ അവിടെ കൊണ്ട് തീരുന്നില്ല. അതിന് ശേഷവും എന്തായി എന്നുള്ളതും ഉത്തരവാദപ്പെട്ടവർ അത് വീണ്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തായി അല്ലെങ്കിൽ എങ്ങനെയായി, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം. അത് പോലീസ് എടുക്കാതിരിക്കുന്നത് നിയമപരമായി തെറ്റാണത്. അതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചുകൊള്ളട്ടെ. ഈ IT ആക്ട് 66A ഇല്ലെങ്കിൽ തന്നെ മറ്റേത് രീതിയിലായിരിക്കാം പോലീസിന് വളരെ ഒരു ഗൗരവത്തോടെ സമീപിക്കാൻ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമായിരിക്കും? ഇന്ത്യൻ ശിക്ഷാ നിയമം 154 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ട് ഔട്ട്റേയിങ് മോഡസ്റ്റി എന്ന് പറയുന്ന ആ വകുപ്പിൽ സ്ത്രീകൾക്കെതിരായിട്ട് ഏതു രീതിയിലുള്ള അപമാനവും വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ എന്നുള്ള ആ ആക്ട് പ്രകാരവും നടപടി സ്വീകരിക്കാൻ പറ്റുന്ന ഒഫൻസുകളാണിത്. ഇത് പോലീസ് നടപടി എടുക്കാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് പ്രത്യേകമായിട്ട് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ പെറ്റീഷനിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് അഥവാ അതിൽ ആ ഘടകങ്ങൾ അടങ്ങിയിരിക്കണം ഈ വകുപ്പുകൾ. നമ്മൾ ആ രീതിയിൽ വ്യക്തമായിട്ടത് ഡ്രാഫ്റ്റ് ചെയ്ത് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുത്തിരിക്കും. വ്യക്തമാണ്. ഫാദർ റോയി കണ്ണഞ്ചിറ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ സൈബർ മാധ്യമങ്ങളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ചില സംഭവങ്ങൾ വൈദികരും സന്യസ്തരുമൊക്കെ വിഷയമാക്കപ്പെടുന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങൾ അമിതമായി ഇടപെടുന്ന കാര്യം നമ്മൾ കാണുന്നു. ഒരു വിഷയം വരുമ്പോൾ തന്നെ അവരെ പ്രതിക്കൂട്ടിലെത്തുന്നു. അങ്ങനെയുള്ള നിലപാടാണ് അവിടെ ഒരു വശത്തുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സൈബർ ഇടങ്ങളിൽ സന്യസ്തർ ആക്രമിക്കപ്പെടുമ്പോൾ പോലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല. നമ്മൾ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകളുടെ പ്രതികരണത്തിൻ്റെ ലിസ്റ്റിൽ സന്യസ്തർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വരുന്നില്ല. അടുത്ത കാലത്ത് ഒരു യൂട്യൂബറിനെ 3 സ്ത്രീകൾ അവരെ കൈകാര്യം ചെയ്ത സമയത്ത് പോലും ഈ നമ്മുടെ സന്യസ്തരുടെ നേരെ നിൽക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ചകൾ പോലും വരുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിൽ. എന്തുകൊണ്ടായിരിക്കും ഫാദർ റോയി കണ്ണഞ്ചിറ ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം? ഇപ്പം ഈ അടുത്തയിടെ നടന്ന ഒരു കവിളിലടി, അതാണല്ലോ ഒരു യൂട്യൂബറുടെ ദൗർഭാഗ്യലക്ഷ്മിയായി മാറി. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമൊക്കെ സജീവമായി ചേർന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളൊരു വിഷയമെടുത്ത് ചർച്ച ചെയ്യുന്നു. ഇവിടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, ക്രൈസ്തവമായ പ്രതികരണമാണ് KCYM കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇവിടെ എന്നോടുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിലെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കും നേരെ ഇത്തരത്തിലുള്ള നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ടവർ ആരും നിയമപരമായ ഒരു സുരക്ഷ നൽകാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സമരം ചെയ്ത് അവകാശം നേടിയെടുക്കേണ്ട ഒരു ഗതികേടിലാണ് കേരള സമൂഹം.
അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൽ വികസിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ വീട്ടിലാണെങ്കിൽ പോലും സമരം ചെയ്താൽ ആണ് എനിക്ക് ഭക്ഷണം കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ബാല്യം ഈ അടുത്തയിടെ യൂട്യൂബിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു. കല്യാണത്തിന് പോകാത്തതിൻ്റെ പേരിൽ സമരം ചെയ്യുന്നു കുട്ടികൾ. തമാശയായിട്ടാണ്. അങ്ങനെയൊരു സംസ്കാരം നമ്മുടെ സമൂഹത്തിലേക്ക് രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അവകാശങ്ങൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല എന്നൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഈ അവകാശങ്ങൾ സാമൂഹികമായ മാന്യതയും മര്യാദയും അനുവർത്തിച്ച് ജീവിക്കുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിലും ആരും ചോദിക്കാനും പറയാനും നൽകാനും ഇല്ല എന്നാണ് ഇതുവരെയുള്ള വർത്തമാനകാല മലയാളിയുടെ ഒരു അനുഭവം. ഇതിപ്പോൾ ഒരു ക്രൈസ്തവരുടെ മാത്രം ഒരു അവസ്ഥയൊന്നുമല്ല. ഇത് സ്വന്തം അവകാശം സമരം ചെയ്ത് ചോദിക്കാൻ, അക്രമാസക്തമായി ചോദിക്കാനായിട്ട് ഉള്ള ഒരു ശൈലി രൂപപ്പെടുത്താത്ത എല്ലാവരുടെയും അവസ്ഥയാണ്. ഇവിടെ 3 സ്ത്രീകൾ അവരുടെ വ്യക്തിത്വത്തെ ആക്ഷേപിച്ച ഒരു വ്യക്തിയുടെ അരികിലേക്ക് ഒരുമിച്ച് ചെല്ലുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഒരുമിച്ച് ചൊല്ലുകയും അവരയാളുടെ ശരീരത്തിൽ ഒരുമിച്ച് തല്ലുകയും ചെയ്തു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ചെല്ലുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ആക്ഷേപിച്ച ആൾക്ക് താൻ ആരെയാണോ ആക്ഷേപിച്ചത് അവർക്ക് പ്രതികരണ ശേഷിയുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവർ വന്ന് ചെന്നിട്ട് ചൊല്ലി അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി? ഇവർക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് മനസ്സിലായി. 3-മത്തേത് അവർ ചെയ്തത് നിയമപരമായി അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണെങ്കിലും അയാൾക്ക് കാര്യം മനസ്സിലായി. അവർ തല്ലി. ഇവിടെ ക്രൈസ്തവമായ ഒരു സാഹചര്യത്തിൽ ഈ 3 പ്രക്രിയയിൽ 2 ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾക്ക് ചെല്ലാം. ഈ പറയുന്ന സാമൂലി ചേട്ടൻ്റെ അടുത്തേക്ക് ഒരു 200 കന്യാസ്ത്രീകൾ അയാളുടെ വീട് തപ്പിപ്പിടിച്ച് അയാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം രാവിലെ അങ്ങ് ചെല്ലുകയാണെന്ന് വിചാരിക്കുക. ചേട്ടൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വൃത്തികേടാണ് എന്ന് അയാളുടെ മുഖത്ത് നോക്കി ചൊല്ലുകയാണെന്ന് വിചാരിക്കുക. മാറ്റമുണ്ടാകും. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ നിരുപദ്രവകാരികളായ ജീവികൾ എന്നുള്ള നിലയിൽ ഈ സമർപ്പിതരുടെ ഒരു തനത് ശൈലിയുടെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ന്യൂസ് വാല്യൂ ഉള്ളതായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഇപ്പം മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? അവർക്ക് ന്യൂസ് വേണം. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ സംഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാലാണ് ന്യൂസ് വാല്യൂ. അപ്പോൾ അത്തരത്തിൽ കന്യാസ്ത്രീകൾ ചെന്ന് അവരെ ചീത്ത പറയുന്ന ആളുടെ മുഖത്തടിക്കുക എന്ന കേരളത്തിൽ പതിവില്ലാത്ത ഒരു രീതി ഇവിടെ കുറച്ച് കന്യാസ്ത്രീകൾ ചെന്ന് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഒരു സംശയവും വേണ്ട, നാഷണൽ ഇന്റർനാഷണൽ ചാനലുകൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്യും. ഉടനെ മുഖ്യമന്ത്രി സംസാരിക്കും, ആരോഗ്യമന്ത്രി സംസാരിക്കും. ഇവിടെ കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നല്ലേ, അവർക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നല്ലേ, അവർക്ക് നീതി വേണമായിരുന്നല്ലേ, അവർക്ക് വേദനിക്കുമായിരുന്നല്ലേ, അവർക്ക് മനസ്സൊക്കെ ഉണ്ടല്ലേ, അവർക്ക് ഹൃദയമുണ്ടല്ലേ എന്നൊക്കെ മുഖ്യമന്ത്രിയും ചോദിക്കും, ആരോഗ്യമന്ത്രിയും ചോദിക്കും. പക്ഷേ അത്തരമൊരു ശൈലി കേരളത്തിലെ നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ പറഞ്ഞ പോലെ അദ്ദേഹം KCBCയുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടാണ് സംസാരിച്ച ഒരു സംഘടനയുടെ ഔദ്യോഗിക ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു ക്രൈസ്തവമായ ശൈലിയല്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന ഭരണ സംവിധാനം നീതി നടത്തിത്തരും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ ആ കാത്തിരിപ്പ് വ്യർത്ഥമാണെന്നും അത്തരത്തിലുള്ള കാത്തിരിക്കുന്നവർക്ക് നീതി ലഭിക്കുകയില്ലെന്നുമാണ് ഈ വർത്തമാനകാലത്തിലെ കേരള കാഴ്ചകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സംഘടിതമായി പ്രതികരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് നേരെ ഉയരുന്ന ആക്രമണങ്ങളെ മാധ്യമങ്ങൾ മുഖവിലിക്കെടുക്കാത്തത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത്, നിശബ്ദമായിരുന്നു കഴിഞ്ഞാൽ പ്രതികരണശേഷിയില്ല എന്ന് പൊതുസമൂഹം വിശ്വസിക്കും എന്നുള്ളത് കൊണ്ടും മാധ്യമങ്ങൾ അതൊരു മുഖ്യധാര വിഷയമായിട്ട് എടുക്കാത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തമാണ്. അഡ്വക്കേറ്റ് KM ആന്റണി, ഇവിടെ ഫാദർ റോയ് കണ്ണഞ്ചിറ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ്.
ഒന്ന്, സംഘടിതമായി ആളുകൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ നിയമപരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥയുണ്ടോ? ശരിക്കും എങ്ങനെയാണ് ഒരു പോലീസ് സംവിധാനത്തിൽ ഒരു കേസിനെ അവർ പരിഗണിക്കുക അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക? ഇത്തരം ചില സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. എന്താണ് അതിലെ വസ്തുത? ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ സ്നേഹം, ക്ഷമ, കരുണ, അതുപോലെ തന്നെ സഹനം, ഇതെല്ലാമാണ് നമ്മളുടെ അടിസ്ഥാനമായിട്ടുള്ള മൂല്യങ്ങൾ. ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ മൂല്യങ്ങളുടെ എല്ലാം പാലിച്ച് തന്നെ വളരെയധികം സഭ നിഷ്കർഷിക്കുന്ന അല്ലെ സമൂഹം പ്രതീക്ഷിക്കുന്ന അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രവൃത്തി ചെയ്യുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമപരമായ പോരാട്ടം നടത്തുവാനും മറ്റുമൊക്കെയുള്ള പരിമിതികൾ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘടിതമായ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യം ഒരു കേസ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ നടപടിക്ക് വേണ്ടിയോ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ടോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വ്യക്തമായും നിയമം നമുക്ക് പരിരക്ഷ തരുന്നുണ്ട്. ഭരണഘടനയും അതുപോലെ തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള നിയമങ്ങളും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഏതൊരു സ്ത്രീക്കും കിട്ടുന്ന അവകാശങ്ങൾ മാത്രം ഒരു കന്യാസ്ത്രീക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് അതായത് നമ്മളുടെ സഹോദരിമാരും അല്ലെങ്കിൽ നമ്മളുടെ മക്കളും അവരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ബന്ധുക്കളുമാണ് കന്യാസ്ത്രീകൾ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു ക്രിസ്ത്യൻ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഓരോ സഭാ വിശ്വാസിയുടെയും കടമയാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് നിയമ നടപടിക്ക് വേണ്ടി നമ്മൾ ആരുടെയും ഒരു ഔദാര്യം എന്നുള്ള നിലയ്ക്കല്ലത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത്. നമുക്കത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്, നിയമപരിരക്ഷയുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ അതിനായിട്ടാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അല്ലാതെ സമ്മർദ്ദം എന്നുള്ള ഒരു ആവശ്യമേ വരുന്നില്ല. സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല ഒരു കാര്യത്തിനും. നിയമം നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള അവകാശമാണത്. അത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളിൽ ഇതിന് ഒരാൾ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിഹാരം എന്നുള്ളതും ഈ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ ഈ സന്യസ്തരായിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ടതായ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്തുകയും കൂടെ വേണം. അല്ലെങ്കിൽ അത് കിട്ടിയെന്ന് ലഭിച്ചുവെന്ന് നമ്മൾ ബോധ്യപ്പെടുകയും കൂടി വേണം. അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പരിഹാരം. ഈ സമാനമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ താങ്കൾ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരം നീതി നടപ്പാക്കുന്ന പ്രക്രിയയിൽ സജീവമായി ഇടപെടാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ അടുത്ത നാളിൽ തന്നെ തൃശ്ശൂർ രൂപതയിൽപ്പെട്ട ഒരു പുതുതായി വ്രതം വാഗ്ദാനം ചെയ്ത ഒരു കന്യാസ്ത്രീയുടെ മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അത് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളോടുകൂടി വന്നു. അത് വ്യക്തമായിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏതൊക്കെ വകുപ്പുകൾ പോലീസിന് ഏതൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അത് കൃത്യമായ രീതിയിൽ പെറ്റീഷൻ തയ്യാറാക്കി തൃശ്ശൂർ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിവിടെ KCYM-ന്റെ പ്രസിഡന്റ് സാജനാണ് അതിന് വാദിയായിട്ട് നിന്നത്. ആ സിസ്റ്ററുടെ ആരുമല്ല, സംഘടനയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് യുവജനത്തിൻ്റെ നേതാവെന്നുള്ള നിലയ്ക്ക് ധൈര്യമായിട്ട് അദ്ദേഹം തന്നെ അതിനകത്ത് പരാതി കൊടുത്ത് നടപടി സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് അതിൽ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ പല സംഭവങ്ങളും എടുത്തു പറയാനുണ്ട്. ഞാനിപ്പം ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് കൃത്യമായ രീതിയിൽ പരാതി കൊടുക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും അതായത് പഴുതടച്ചുള്ള ഒരു പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോയാൽ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ആന്റണി പറയാൻ ശ്രമിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഒരു പരാതി കൊടുത്തുകൊണ്ട് മാത്രം ഒരു പരാതിക്കാരൻ്റെ പരാതി തീരുന്നില്ല. നമ്മൾ അതിന് പിന്നാലെ നിന്നിട്ട് ഇത്തരത്തിൽ നമ്മൾ പിന്നാലെ നിൽക്കുമെന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ മറ്റുള്ള ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. നിയമപരമായി തന്നെ ഇതിന് വ്യക്തമായ പരിഹാരങ്ങളുണ്ട്. അത് തേടണം. നിയമപരമായും അതുപോലെ തന്നെ എല്ലാ മെഷീനറിയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ ആവശ്യപ്പെടുന്നത് പ്രത്യേക പരിഗണന ഒന്നും വേണ്ട. ഇക്കാര്യത്തിൽ ഏതൊരു സ്ത്രീക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ലഭിക്കുന്ന ആ ഒരു അവകാശം അത് മാത്രമാണ് ആവശ്യപ്പെടേണ്ടത് എന്നാണ് സാർ പറയുന്നത്. വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ,
അങ്ങനെയാണെങ്കിൽ സാറേ, ഇവിടെ 2 വർഷത്തോളമായി ഈ ഒരു പരാതികൾ ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ പരാതി അവർ സ്വീകരിച്ച് ഫയലിൽ സ്വീകരിച്ച് കേസ് എടുത്താലല്ലാതെ പിന്നീട് നമുക്ക് ഇടപെടാൻ സ്കോപ്പുണ്ടോ? എങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സിസ്റ്റേഴ്സ് സംഘടിതമായി ഒരുമിച്ച് ചേർന്ന് ഇത്രയും പരാതി കൊടുത്തു. ഇത്രയും കാലമായിട്ട് അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് താമസിച്ചു. അപ്പോൾ ഈ പരാതി കൊടുത്തവർ വിഡ്ഢികളായി മാറുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും? സാർ ഉദ്ദേശിക്കുന്ന ഈ നിയമപരിരക്ഷ, സാറ് പറഞ്ഞു നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശമാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന സമയത്താണല്ലോ പരാതി കൊടുക്കുന്നത്. അത്തരത്തിൽ പരാതി കൊടുത്തിട്ട് ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നൊന്നും ഒരു തുടർ നടപടി ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരവസ്ഥ എന്നാണ്. അപ്പോൾ ഇവർക്ക് നിയമപരിരക്ഷ വേണ്ട എന്ന് ആരൊക്കെയോ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെയൊരു ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു അലസത പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ക്ഷമയും സഹനവും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു പൊതുബോധം നിലവിലുണ്ട്. അത് പോലീസിലും അത് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ അനുഭവം വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അതായത് സന്യസ്തര പരാതി കൊടുക്കുമ്പം അവരെ ഒരു ക്ഷമയുടെ ഒരു പാത്രം കാണിച്ചങ്ങ് അവസാനിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവുമോ? അങ്ങനെയുണ്ടോ? അല്ല, ക്ഷമയുടെ അത് ഒരു ഘടകം വരെയുണ്ട്. കാരണം ഇത് നമ്മൾ പരാതിപ്പെടും, നമ്മൾ സംഘടിതമായിട്ട് തന്നെ ഇതിനെ പ്രതികരിക്കും. അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ അതിന് ഏതറ്റം വരെ പോകും. നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഏതറ്റം വരവും നമ്മൾ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് പോരടിക്കുമെന്നൊരു തോന്നൽ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉണ്ട് എങ്കിൽ. അഡ്വക്കേറ്റ് ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇടയ്ക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ നെടുങ്കുന്നത്ത് ഒരു ഓണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിഷ്കളങ്കമായ ഭാഷയിൽ ഇട്ട ഒരു ചെറിയ വാട്സപ്പിലിട്ട ഒരു ഓണപ്രസംഗം, ആ ഓണപ്രസംഗത്തെ വർഗീയമായിട്ട് അശ്ലീലം കലർന്ന ഭാഷയിൽ ആ വിഷയത്തെ അവതരിപ്പിച്ചത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യക്തമാണല്ലോ. എന്നാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസിന്റെ ജോലി എന്താണ്? ഈ പറയുന്ന വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾക്ക് കന്യാസ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിക്കുവാനും അവരുടെ വീഡിയോ അവർ മാപ്പ് പറയിക്കുന്നത് എഴുതി തന്നാൽ മാത്രം പോരാ, അവരുടെ വീഡിയോ പകർത്തണമെന്ന് പറയുകയും ആ വീഡിയോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഫേസ്ബുക്കിൽ ലൈവിലൂടെ അത് പ്രക്ഷേപണം ചെയ്യാനുള്ള അവസരവും കൊടുത്തതാണ് കേരള പോലീസ്. സത്യം പറഞ്ഞാൽ കേരള പോലീസിന് പണി എന്താണ്, അവരെന്താണ് ചെയ്യേണ്ടത് എന്നത് കാര്യം കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണത്. ഒരു ഓണ സന്ദേശം കൊടുത്തു. അതിൽ എന്താണ് അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താണെങ്കിലും നിയമപ്രകാരം ഒരു വനിതയെ, അത് കന്യാസ്ത്രീ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താനായിട്ട് പോലീസിന് അധികാരമില്ല. CRPCയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 15 വയസ്സിൽ താഴെയും 65 വയസ്സിൽ മുകളിലുള്ള പുരുഷനെയും വനിതയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് വേണ്ടത്. അതുപോലെ തന്നെ പോലീസ് നടപടികൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ടാണ് ആ സിസ്റ്ററെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും അത് വീഡിയോയിലാക്കുകയും അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ വരികയും ചെയ്തിട്ടുള്ളത്. അത് തികച്ചും നടപടി രഹിതമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിക്രമമേ ഇല്ല. അത് ചെയ്തിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ അപാകതയാണ്. അത് ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത്തരത്തിലുള്ള പ്രവണതകൾ ആരംഭിക്കാൻ അല്ലെങ്കിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെയും സാറ് പറഞ്ഞതുപോലെയും സന്യസ്തർക്കെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ആരംഭിച്ചിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഇതുവരെ സന്യസ്തർ, ഞാൻ ഉൾപ്പെടുന്ന സന്യാസ സമൂഹത്തിന് എതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇതുവരെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സന്യസ്തരായിട്ടുള്ള ഞങ്ങളും സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യവും അത് അനുഭവിക്കാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ കേരളത്തിലെ ഞങ്ങൾ ഇവിടുത്തെ ഈ ഇന്ത്യയുടെ സിറ്റിസൺ എന്ന നിലയിൽ ഞങ്ങൾക്കും അതിന് അവകാശമുണ്ട്. അത് ഈ സമൂഹം മനസ്സിലാക്കണം. എന്തുകൊണ്ടോ മനസ്സിലാക്കാതെ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. സിസ്റ്ററിൻ്റെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
ഇതിനെതിരെ ആരും പ്രതികരിച്ചില്ല, നമ്മളാരും പ്രതികരിച്ചില്ല. നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട സന്യസ്തരല്ല കേരളത്തിലുള്ളത്, പ്രതികരണശേഷി ഉള്ളവർ തന്നെയാണ് നമ്മളിവിടെ ഉള്ളത്. എങ്കിൽ ഇനി സംഘടിതമായിട്ട് നമ്മൾ ഇതിനെ നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ കാലത്തിൻ്റെ പോക്കിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ഫാദർ സ്റ്റീഫൻ, നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ നമ്മൾ ക്ഷമയുടെയൊക്കെ മാതൃക കാണിക്കേണ്ടവരല്ലേ? നമ്മൾ ഇവരോടൊക്കെ ക്ഷമിക്കുമല്ലേ വേണ്ടത്? വീണ്ടും ഇവർക്ക് കേസ് കൊടുക്കുകയും പരാതി കൊടുക്കുകയൊക്കെയാണോ ചെയ്യേണ്ടത്? നമുക്ക് ദൈവത്തിൻ്റെ നീതിയല്ലേ മുന്നോട്ട് വെക്കേണ്ടത്? മനുഷ്യരുടെ നീതിയോ ഭൂമിയിലെ നീതിയോ ഒന്നും അല്ലല്ലോ നമ്മളെ പ്രയോറിറ്റി എന്നൊക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഫാദർ സ്റ്റീഫന്റെ പ്രതികരണം? അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായി തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവത്വം അത് ക്രിസ്തു നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പോ അത് ക്രിസ്തു കാണിച്ച അതേ പാത തന്നെയാണ് ക്രൈസ്തവർ തുടരുന്നത്. തെറ്റ് തന്നെയാണ്. അതിപ്പോ സന്യസ്തരോടാകട്ടെ ഏത് സ്ത്രീയോടാകട്ടെ എവിടെ ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോഴും അത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആർജവത്വം, അതാണ് പ്രതികരണം. ആ പ്രതികരിക്കുവാനുള്ള തെറ്റാണെന്ന് പറയുവാനും എന്നാൽ അതൊരു അക്രമത്തിലേക്ക് ആ തെറ്റ് തന്നെ ആവർത്തിക്കാതിരിക്കുവാൻ, ആ തെറ്റ് തന്നെ നമ്മുടെ പക്ഷത്ത് നിന്ന് ഒരു ശാരീരികമായ അക്രമത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാതിരിക്കാനുള്ള ആർജവത്വം ഉണ്ടാകുക. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഈ നമ്മുടെ റോയി അച്ഛൻ പറഞ്ഞതുപോലെ കൃത്യമായി ചില അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ആ അജണ്ടകളുടെ ഭാഗമായി ചിലരുടെ പരാതികൾക്ക് പ്രാമുഖ്യം ഉണ്ടാകുന്നു, ചിലരുടെ പരാതികൾക്ക് പ്രാമുഖ്യം ഇല്ലാതാകുന്നു. അപ്പൊ അത്തരം അവസരങ്ങളിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക എന്നുള്ളതാണ്. കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എന്നോട് അവതാരകൻ ചോദിച്ച ചോദ്യത്തിനോട് ഉള്ള പ്രതികരണമായി എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു കണക്ടിവിറ്റി അത്യാവശ്യമാണ്. റോയിച്ചിനും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞ ഇപ്പോ നമ്മുടെ പോലീസ് അഡ്വക്കേറ്റ് സാറ് പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൃത്യമായ നിയമങ്ങൾ ഈ നാട്ടിൽ ഉണ്ട്. ഒരു വനിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുവാനായി പാടില്ല. അഥവാ വിളിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടാകണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരാൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കാനുള്ള ഒരു സെല്ല് നമുക്കുണ്ട്, ഒരു മീഡിയ സെല്ലുണ്ട്, ഇത്തരം ലീഗൽ സെല്ലുകളുണ്ട്. അവരുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കൂ എന്നൊരു നിലപാട് നമുക്ക്. ഈ ലീഗൽ സെൽ എവിടെയാണ് ഫാദർ ഉള്ളത്? ലീഗൽ സെൽ എവിടെയുണ്ട്? എത്ര ഇടത്തുണ്ട് ലീഗൽ സെല്ലും മീഡിയ സെല്ലും ഒക്കെ? എല്ലാ രൂപതകളിലും ലീഗൽ സെൽ ഉണ്ടല്ലോ. ഞാൻ ആ സിസ്റ്ററിനെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ സംസാരിക്കുന്നത്. സിസ്റ്ററിന് കൃത്യമായി അവരുടെ അധികാരികളോട് ചോദിച്ച അധികാരികൾ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു പൊതുബോധത്തിൽ, ക്രൈസ്തവരുടെ ഒരു പൊതുബോധത്തിൽ ഇത്തരം ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിസ്റ്റർ ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോ അത് സ്റ്റീഫൻ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമുക്കെല്ലാ രൂപതാ സംവിധാനങ്ങളും നമ്മുടെ സഭയുടെ ഒരു സാമൂഹിക അല്ലെങ്കിൽ ബാഹ്യമായ ഒരു ഘടന എന്ന് പറയുന്നത് ഏറ്റവും സുഘടിതമായ ഒരു ഘടനയാണ്. അതിൻ്റെ നന്മ സ്വീകരിക്കാനായിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് ഒരുങ്ങണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ലീഗൽ സെൽ ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. ഈ ലീഗൽ സെല്ല് എനിക്കും അപ്രോച്ചബിളാണ്, എനിക്കും പ്രാപ്യമാണ്, എനിക്കും ലഭ്യമാണ്. അത് എങ്ങനെയാണ് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ലഭ്യമാകുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കത്തക്ക രീതിയിലേക്ക് ഈ ലീഗൽ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാകേണ്ടത് ആവശ്യമല്ലേ? അച്ഛൻ എന്ത് തോന്നുന്നു? അത് ശരിയാണ്. ആ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മുടെ സഭാ സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക, പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക. അത്തരം പ്രതിഷേധങ്ങൾ ഉയരട്ടെ. ഈ ചാനൽ ചർച്ചയ്ക്ക് തന്നെ വിധേയപ്പെടുന്നതിന് കാരണം ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നും അതിനെതിരെ സർക്കാരിന്റെ സംവിധാനങ്ങളും വളരെ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ സംവിധാനങ്ങൾ നിശബ്ദമാകുന്നിടത്ത് നമ്മൾക്ക് കൂടുതലായി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുവാൻ നമ്മുടെ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക. അതാണ് ഞാൻ പറയുന്നത് മുമ്പോട്ട് വെച്ച ആശയം. അത് സാറും പറഞ്ഞു, നമ്മുടെ അഡ്വക്കേറ്റ് സാറും പറഞ്ഞ കാര്യം അതാണ്. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ടവരെ അതാത് സഭാ സംവിധാനങ്ങളിൽ ഉള്ളവരുമായി ബന്ധപ്പെടുവാനും ഈ പറയുന്ന അനീതികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാനും നമുക്ക് സാധിക്കും. ഉദാഹരണം പറഞ്ഞത് ഇപ്പൊ കൃത്യമായി പറഞ്ഞല്ലോ, KCIM തൃശ്ശൂർ രൂപതയുടെ സാജന്
വാദിയായി നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. അത്തരം കേസുകൾ കൊടുക്കുമ്പോൾ അത്തരം കൂട്ടായ്മകൾ, ഇപ്പൊ യുവജനങ്ങളുടെ കൂട്ടായ്മകളാവട്ടെ, ഇപ്പൊ ലേറ്റി കമ്മീഷൻ ഉണ്ട്, അവരുടെ കൂട്ടായ്മകളാവട്ടെ, അവരുമായി സംവദിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ സന്യസ്തര സ്ത്രീകൾ എന്ന നിലയിൽ അവർക്കും സാധിക്കണം. അങ്ങനെ കഴിയുമ്പോൾ ഇത് ശക്തമായ പ്രതിഷേധമാണെന്ന് പൊതുബോധത്തിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് നമുക്ക് കഴിയേണ്ടത്. അങ്ങനെ ഒരു കൂട്ടായ്മ ഇതിനകത്ത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സംഘടനകൾ തമ്മിൽ, പ്രധാനമായി ഇപ്പൊ യുവജന സംഘടനകൾ എന്ന് പറഞ്ഞാൽ യുവജന സംഘടനകൾ മാത്രമല്ല അതിനകത്ത് ഇറങ്ങേണ്ടത്. ഇപ്പൊ മുതിർന്നവരുടെ സംഘടനകളുണ്ട്, അൽമായ സംഘടനകളുണ്ട്, വനിതാ സംഘടനകളുണ്ട്. ഇവരെല്ലാം കൂട്ടായി ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഫോറം, അതിന്മേൽ സംസാരിക്കുവാൻ നമുക്ക് കഴിയും. അഡ്വക്കേറ്റ് കെ എം ആന്റണി, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു പരിസരത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി മാധ്യമങ്ങൾ കുറേ കാലമായി, 2 വർഷക്കാലമായി മാധ്യമങ്ങളുടെ പരിഗണനയിലുള്ള ഒരു വിഷയം കൂടിയുണ്ട്, ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവും. അത്തരം വിഷയങ്ങളിലെ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ കൃത്യമായ നീതി നടപ്പാകേണ്ടതും ഈ ഒരു പരിസരത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ആ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, രാജ്യത്തുള്ള അതാണ് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കർക്കശമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധമായ കാര്യങ്ങളൊന്നും ഈ പൊതുവിൽ ഈ സമർപ്പിതർക്കെതിരായിട്ട് വരുന്ന അതിക്രമങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും അതിൻ്റെതായ നടപടി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം സ്റ്റീവൻ അച്ഛനും അതുപോലെ തന്നെ റോയ് അച്ഛനും പറഞ്ഞത്, ഈ നമ്മളുടെ സഹനത്തിൻ്റെ പരിധി കഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ സഹനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമർപ്പിതർ അല്ലെങ്കിൽ സന്യസ്തർ അവരെന്താണ് ജീവിതം മുഴുവനായിട്ട് തന്നെ ഒരു ജീവിതം തന്നെ ബലി കൊടുത്ത് അല്ലെങ്കിൽ ജീവിതം തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവരുടേത്. ആ സമൂഹത്തിനെ, അത് നമ്മളെ സഭയെ നോക്കുമ്പോൾ അവർ നമ്മളുടെ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഭാഗമാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഈ പൊതുസമൂഹവും നമ്മൾ അല്ലാത്ത മറ്റ് സമൂഹങ്ങളും ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വിദ്യാഭ്യാസവും ആതുരസേവനവും അടിസ്ഥാനപരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും അടിസ്ഥാനപരമായിട്ട് പ്രവൃത്തിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം പൂർണ്ണമായിട്ടും അതിനൊരു ഇപ്പം സ്റ്റീവൻ അച്ഛൻ പറഞ്ഞതുപോലെ ലീഗൽ വിങ് ഉണ്ട്, അല്ലെങ്കിൽ ലീഗൽ സെല്ലുണ്ട്. അതൊക്കെ എത്രമാത്രം പ്രവർത്തനക്ഷമമാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു ലീഗൽ സെല്ല് എല്ലാ രൂപതകളിലും ഉണ്ട് എങ്കിൽ അവരിത്തരം കൊടുത്ത പരാതികളിൽ എന്താണ് അവർ ഫോളോ അപ്പ് ചെയ്തത്, അല്ലെങ്കിൽ അവരെന്താണ് അത് ചോദിക്കാനുള്ള നമ്മൾ ആ സെല്ലിനോട്, ലീഗൽ വിങ്ങിനോട് ചോദിക്കാനുള്ള ഒരു അധികാരി, അല്ലെങ്കിൽ അതിനെ നോക്കാനുള്ള ഉത്തരവാദിത്തത്തിന്റെ കുറവെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. അത് ഫാദർ റോയ് കണ്ണഞ്ചേരിയിൽ നിന്ന് എനിക്ക് മറുപടി വേണം. കാരണം ഈ ഫാദർ സ്റ്റീഫൻ ഇവിടെ പറഞ്ഞതുപോലെ ലീഗൽ സൊസൈറ്റികൾ അല്ലെങ്കിൽ ലീഗൽ സംവിധാനങ്ങൾ കൊണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം പ്രവർത്തനക്ഷമമാണ്? അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ശക്തമായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടേണ്ട ഇടത്തു നിന്ന് മേടിച്ചെടുക്കാനുള്ള ഒരു കരുത്ത് അവർ കാട്ടില്ലായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ഒരു ഫോളോ അപ്പ് വേണ്ടിയിരുന്നില്ലേ? അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടി കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടതല്ലായിരുന്നോ ഫാദർ റോയ് കണ്ണഞ്ചിറ? മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈശോ പറഞ്ഞ മുന്തിരിച്ചെടിയുടെ ഉപമയാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശോ ക്രിസ്തു മുന്തിരിച്ചെടിയും സഭയിലെ ഓരോ അംഗവും അതിലെ ശാഖകളുമാണെങ്കിൽ, ഏതെങ്കിലും ഒരു ശാഖയ്ക്ക് ഒരു മുറിവേറ്റാൽ അത് ആ ചെടിയുടെ വേദനയായി മാറുമ്പോൾ മാത്രമാണ് ഈ ഒരു അന്വേഷണം, അടുത്ത് നിൽക്കുന്ന മുറിവേൽക്കാത്ത ശാഖ, മുറിവേറ്റ ശാഖയോട് ഉള്ള ഒരു രക്തബന്ധമുണ്ടല്ലോ, ഈ ഞരമ്പുകളിലൂടെ ഓടുന്ന ഒരു സമാനമായ ഒരു രക്തബന്ധത്തിൻ്റെ ആ ഒരു ബോധം, ഒരുമയുടെ ബോധം, അത് ഉണരണം. അവിടെ മുറിവേറ്റത് എൻ്റെ ശരീരത്തിനാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഈ അന്വേഷിച്ച് അവിടെ എത്താനായിട്ട് തോന്നുകയുള്ളൂ. ഇതിപ്പോൾ മുറിവേറ്റ് കഴിഞ്ഞാൽ മുറിവേറ്റയാൾ ഈ പറയുന്ന അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അരികിലേക്ക് പരാതിയുമായിട്ട് വരാതെ അന്വേഷണം പലപ്പോഴും സാധ്യമാകുന്നില്ല.
നമ്മളുടെ ലീഗൽ സെല്ല് ഓരോ രൂപതയിലും സജീവമാണ്, അതിന് സംശയമൊന്നും വേണ്ട. സഭയുടെ ആഗ്രഹം എന്താണ്? ഒരു വ്യക്തി പോലും അനീതിപരമായി മുറിവേൽപ്പിക്കപ്പെടരുത്, ഒരു വ്യക്തി പോലും അവഹേളിക്കപ്പെടരുത്. സഭയുടെ ആഗ്രഹമാണ്. കത്തോലിക്ക സഭ ഓരോ രൂപതയിലും ഓരോ റീത്തിലും കൃത്യമായ സംവിധാനം അതിന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് പ്രധാനപ്പെട്ടത്, മുമ്പേ അത് സ്റ്റീഫൻ അച്ഛനും സൂചിപ്പിക്കുകയുണ്ടായി. ഈ ലീഗൽ സെല്ലിൻ്റെ ലഭ്യത എനിക്കും ഉണ്ട്, എനിക്കും അത് ലഭ്യമാണ് എന്ന് ഈ സഭയിലെ സമർപ്പിതര് മാത്രമല്ല ഓരോ വിശ്വാസിക്കും ഈ ലീഗൽ സെല്ലിൻ്റെ സഹായം ലഭ്യമാണ്. അത് ലഭ്യമാകേണ്ടത് എങ്ങനെയാണ്, എവിടെയാണത് ഞാൻ ചെല്ലേണ്ടത്, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ ഏറ്റവും കൂടുതൽ സുതാര്യമായി ഏറ്റവും വേഗം പ്രാപ്യമാകുന്ന ഈ ഒരു സംവിധാനമാക്കി മാറ്റണം. അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ഇപ്പൊ സാറ് ചോദിച്ചത് ഒരു വലിയ ചോദ്യമാണ്, സഭയോടുള്ളൊരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. അതായത് ഇങ്ങനെ ഒരു ലീഗൽ സെൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 1 മാസമായി ഈ സിസ്റ്റേഴ്സ് പരാതി കൊടുത്തിട്ട് ഇവരുടെ ഫോളോ അപ്പ് ഓരോ രൂപതയുടെയും ലീഗൽ സെല്ലിന്റെ ഫോളോ അപ്പ് എന്താണ്, അവരെന്താണ് ഇതിനു വേണ്ടി ചെയ്തത്? അപ്പോൾ മറിച്ച് ചോദിക്കാം, ഈ ലീഗൽ സെല്ലിലൂടെയാണോ പരാതി പോയത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ പരാതി പോയത് എന്നൊക്കെ ചോദിക്കാം. അത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾക്ക് നമുക്കിനി പ്രസക്തിയില്ല, സമയമില്ല. പകരം ഇത്തരത്തിലുള്ള ഒരു അനീതിയുടെ ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്കാണ്, എൻ്റെ ഉടലിനാണ് ആ മുറിവേറ്റത്, ആ ആക്ഷേപമേറ്റത്, എൻ്റെ മുഖത്താണ് അയാൾ കാർക്കിച്ചു തുപ്പിയത്, ഞാനാണ് മറുപടി പറയേണ്ടത് എന്ന് ഓരോ വിശ്വാസിയും ഓരോ സംഘടനാ നേതാവും ഓരോ സംഘടിത സംവിധാനവും ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരുമിച്ച് വളരുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. ഇവിടെ സ്റ്റീഫൻ അച്ഛൻ 2-3 തവണ ആവർത്തിച്ചു, ക്രൈസ്തവൻ്റെ ശരീരഭാഷ എന്ന് പറയുന്നത് സംയമനത്തിൻ്റെയും മൗനമായിട്ട് വാമൂടിക്കെട്ടിയുള്ള മൗനജാഥയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രതികരണം. പലപ്പോഴും നമ്മൾക്ക് ആരെ ആക്രമിച്ചാലും ഏത് സ്ഥലത്ത് മിഷണറിമാർ ആക്രമിക്കപ്പെട്ടാലും എത്രയേറെ രക്തസാക്ഷികളുണ്ടായാലും നമുക്ക് പ്രതികരിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ വാ മൂടിക്കെട്ടി നിശബ്ദമായി പ്രതികരിക്കുകയാണ്. മുഷ്ടി ചുരുട്ടുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് കന്യാസ്ത്രീകളോ വൈദികരോ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമോ ഒന്നും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ശരീരഭാഷയോ സാമൂഹിക മനോഭാവമോ വളർത്തിയെടുത്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പരിമിതി ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ഈശോ പറഞ്ഞ ഒരു കാര്യം നമ്മൾ മറക്കണ്ട, ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ് ഈശോ പറഞ്ഞത്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ ശത്രുവിനെ മിത്രമായി തെറ്റിദ്ധരിച്ച് സ്നേഹിക്കണം എന്ന് ഈശോ ചിന്തിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശത്രുവാണ് നീ എന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തുള്ള ഒരു ക്രിസ്തീയമായ ഒരു ജ്വലനമുണ്ടല്ലോ, ഒരു പുഷ്പിക്കലുണ്ടല്ലോ, അതാണ് ഈശോ ഉദ്ദേശിച്ചത്. ആ ഒരവസ്ഥ തീർച്ചയായിട്ടും എൻ്റെ ജീവിത മാതൃകയിൽ നിന്ന് ഞാൻ നൽകേണ്ടതാണ്. അതേസമയം തന്നെ ഒരു വളമായിട്ട് കണ്ട് ഇവരെന്ത് ചെയ്താലും മിണ്ടുകയില്ല, ഇവരിനി എന്ത് ചെയ്താലും എത്ര ആക്ഷേപിച്ചാലും ഒന്നും പ്രതികരിക്കുകയില്ല, അതുകൊണ്ട് വഴിയെ പോകുന്ന ഏതവനും കയറി കൊട്ടിയിട്ട് പോകാവുന്ന ഒരു തെരുവ് ചെണ്ടയായിട്ട് കത്തോലിക്ക സമൂഹത്തെയോ ക്രൈസ്തവ സന്യാസത്തെയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ ഒരു അവസാനമാവുകയാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഇനി കത്തോലിക്ക സഭ പ്രതിഷേധിക്കും, ക്രൈസ്തവ സമൂഹം പ്രതികരിക്കും. ഇവിടെ ഒരു പ്രതിബോധം ഇവിടെ ഉണരുകയാണ്. കാരണം ഈ കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ പ്രതിഷേധിക്കാത്തവൻ വിഡ്ഢിയായി മാറുകയാണ്, പ്രതികരിക്കാത്തവൻ അവൻ നിസ്സഹായനായി മാറുകയാണ്, അവൻ നീതി നിഷേധിക്കപ്പെടുന്ന വിഭാഗത്തിലായി പോവുകയാണ്. അതുകൊണ്ട് പ്രതിഷേധം എന്നുള്ളത് വിശ്വാസിയുടെ പ്രേക്ഷിത വൃത്തിയായി മാറുന്ന ഒരു വർത്തമാനകാലത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫാദർ സ്റ്റീഫൻ, ഈ വിഷയത്തിൽ അച്ഛൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പ്രതിഷേധങ്ങൾക്ക് പല മാനങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നടക്കുന്ന അതിര് കവിഞ്ഞ ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതായത് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ നേരെയും ഒക്കെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ നേരെയും ഒക്കെ ഇത്തരം അതിക്രമങ്ങൾ നടത്താം എന്ന് കാണിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ അതിനെ ഗവൺമെന്റ് വളരെ വളരെ ശാന്തമായി ഇതൊക്കെ ഇങ്ങനെ പൊക്കോളും എന്ന് പറയുമ്പോൾ അവരെ കണ്ണു തുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിലാണ്, നവീനമായ മാർഗങ്ങൾ, പ്രതിഷേധത്തിന്റെ മാർഗങ്ങൾ കണ്ടെത്തുന്നതിലാണ് നമുക്ക് ആനിമേറ്റഡ് സിസ്റ്റർമാര് അവരുടെ ഇതേക്കുറിച്ചുള്ള, അതായത്
സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് അവരുടെ നിലപാടുകളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു, തെരുവ് നാടകങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇത്തരം പ്രതിഷേധത്തിന്റെ അലകൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രതിഷേധം, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ തിന്മയെ സ്നേഹിക്കുക എന്നുള്ളതല്ലല്ലോ. അവൻ എന്താണ് ഒരാളെ ശത്രുപക്ഷത്താക്കുന്നത്? അവന്റെ ചില ആശയങ്ങൾ, അവന്റെ ചില തെറ്റായ പ്രവൃത്തികൾ, തിന്മയുടേതായ ചില പ്രവർത്തനങ്ങൾ. ആ തിന്മയെ ചെറുക്കുവാൻ ഒരു ക്രൈസ്തവന് അവകാശമുണ്ട്, അതിന് കടമയുണ്ട്. വ്യക്തമാണ് ഫാദർ സ്റ്റീഫൻ. ഞാൻ അഡ്വക്കേറ്റ് കെ എം ആന്റണിയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. നമ്മൾ ഈ ഒരു വിഷയം ഏത് പരാതിയാണ് കൊടുത്തത് എന്ന് അതിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. സാമുവൽ എന്ന് പറയുന്ന മനുഷ്യന് 76 വയസ്സുള്ള മനുഷ്യൻ, വാ തുറന്നാൽ അശ്ലീലം മാത്രം പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനലിൽ 80% വീഡിയോകളും അശ്ലീലത്തിൻ്റെ അങ്ങേറ്റം, നമുക്ക് ഈ ഒരു ചാനലിൻ്റെ വേദിയിൽ പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാനും കൊള്ളില്ലാത്ത ഭാഷയിലുള്ള വീഡിയോകൾ മാത്രം ചെയ്യുന്ന മനുഷ്യൻ, അതായത് വിഷം ചീറ്റുന്ന ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥനാണ്. അയാൾക്കെതിരെയാണ് ഇവിടെ കേസ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പരാതി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്രത്തോളം ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് ഒരു സന്യസ്ത വിഭാഗത്തെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നിരന്തരം, ശ്രദ്ധിക്കണം, 1 or 2 അല്ല, ആ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനലിലെ 20,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൻ്റെ 80% വീഡിയോകളും ഇത്തരത്തിൽ യാതൊരു മര്യാദകളും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്, വർഷങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ പോലീസ് സംവിധാനം. എവിടെയാണ് സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടല്ലോ, സൈബർ ഡോം ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ ജോലി എന്താണ്? അല്ലെങ്കിൽ ഇവർക്ക്, ഈ പോലീസ് സംവിധാനത്തിന് ഈ വിഷയത്തിൽ എത്രത്തോളം ശിക്ഷ ഈ വ്യക്തിക്കെതിരെ മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് അഡ്വക്കേറ്റ് കരുതുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞത്, നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമ്മൾ പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസിനെ നിയന്ത്രിക്കുന്നതും ജനാധിപത്യത്തിൻ്റെ മുന്നിലുള്ള ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതിനെല്ലാം തന്നെ നമുക്ക് ജനപ്രതിനിധികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതൊരു പ്രത്യേക സ്ഥലത്തും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ അതിക്രമം ഉണ്ടായി, അല്ലെങ്കിൽ സന്യസ്തരുടെയോ അല്ലെങ്കിൽ ആരുടെയും ആയിക്കോട്ടെ, നമ്മളുടെ ആർക്കും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസ് മാത്രമല്ല ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ ഇത് വരുത്താനും ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ചോദിക്കുന്നു, അത് അവരതിനെ എന്തായി എന്നുള്ള ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമ്മൾ വോട്ട് ചെയ്താണ് അല്ലെങ്കിൽ നമ്മളുടെ വോട്ടും എല്ലാം ഇവിടെ ഒരു നിർണായക ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ജനപ്രതിനിധികളോ അല്ല ജനാധിപത്യ രീതിയിലോ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ നടപടികൾ എത്രയായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ സംബന്ധിച്ചിട്ട്. അതിപ്പോൾ ഒരു പ്രത്യേക ഇത് മാത്രമല്ല, എവിടെയാണെങ്കിലും നമ്മൾ അതിക്രമത്തിന്, ഞാൻ പറയുകയാണെങ്കിൽ ഇതാരും ഈ അതിക്രമത്തിന് മുതിരുന്നവർ, അതായത് സൈബർ ഇടങ്ങളിൽ അതിക്രമത്തിന് മുതിരുന്നവരാരും സംഘടിതരല്ല. അത് അവരെ ആശയപരമായിട്ടൊരു പൊരുത്തം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരു നിയമ നടപടിയിലേക്ക് വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അവരെ പിന്തുണയ്ക്കാനോ ഒരു സംഘടനയും ഇവിടെ മുന്നോട്ട് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും ഈ നമ്മളുടെ ഈ കന്യാസ്ത്രീകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അവരെ ആക്ഷേപിച്ചതിനൊന്നും ആരും അത് ശരിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരാനായിട്ടുള്ള ഒരു സംഘടനയും ഇവിടെ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ തക്കതായ നടപടി നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായാൽ ഇത് എല്ലാം തന്നെ നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, സ്റ്റീവൻ അച്ഛൻ പറഞ്ഞ പോലെ, നമ്മൾ ക്ഷമയും സഹനവും എല്ലാം നമ്മളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ ക്ഷമയോ സഹനമോ ഇല്ലാതെ വന്നെങ്കിൽ മാത്രമാണ് നമ്മളെപ്പറ്റി മറ്റുള്ള ആളുകൾ അതിനെപ്പറ്റി മോശമായി കരുതുന്നത്. അതുകൊണ്ട് അതല്ല, ഇതിനെല്ലാം നിയമത്തിൻ്റെ പരിരക്ഷ നമുക്കുണ്ട്. നമ്മൾ വിശ്വാസവും ഇതുമായിട്ട് രണ്ടും കൂടി കൂട്ടിക്കിഴക്കേണ്ട കാര്യം. ഈ ഒരു സൈബർ കുറ്റകൃത്യത്തിൽ മാക്സിമം പരമാവധി എത്ര ശിക്ഷ വരെ കിട്ടുന്ന കുറ്റമാണിത്? ഇത് 3 വർഷം. ആ 3 വർഷം ശിക്ഷ കിട്ടുന്നുണ്ട്. അതിലും കൂടിയ വകുപ്പുകളും ഉണ്ട്. 3 വർഷത്തിൽ കൂടുതൽ 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളുണ്ട്. ഇവിടെ ഒരാൾ ഇവിടെ പറഞ്ഞ കേട്ടത്, ഞാൻ വായിച്ചറിഞ്ഞത്, ഈ മനുഷ്യനെതിരെ കേസെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പോലീസ് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്, 76 വയസ്സുള്ള മനുഷ്യനല്ലേ, കൊറോണയല്ലേ, കോവിഡ് അല്ലേ, ഇദ്ദേഹത്തിനെതിരെ നമ്മളൊരു കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് കേട്ടത്. അങ്ങനത്തെ പരിഗണനയൊക്കെ നിയമത്തിന് മുമ്പിൽ ഉണ്ടാകുമോ? അല്ലെങ്കിൽ അതൊരു പരിഗണനയാണോ?
അല്ല, നിയമത്തിൻ്റെ മുമ്പിൽ പ്രായമോ അല്ലെങ്കിൽ മറ്റുള്ള പരിഗണനകളോ ഒന്നും തന്നെ അത് അല്ല. കുറ്റം ചെയ്ത ആളെ കുറ്റവാളിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെ എത്ര 90 വയസ്സുള്ള ആൾ കുറ്റം ചെയ്താലും 90 വയസ്സ് ഉള്ള ആൾ കുറ്റവാളിയായിട്ട് തന്നെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ വരുന്നത്. അത് പ്രായമൊന്നുമില്ല. പോലീസ് സ്വതവേയുള്ള, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്വതവേയുള്ള ഒരു പോലീസിൻ്റെ ഭാഗത്തുണ്ടാകാവുന്ന ഒരു അലംഭാവമാണ് ഇത്തരം കാര്യങ്ങളിൽ. പിന്നെ ഈ നമ്മൾ നടപടി എടുത്തില്ലെങ്കിലും അത് അങ്ങനെ അങ്ങ് തീരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ അത് പിന്തിരിപ്പിച്ചു വിടുന്നത്. ഒരു കാര്യം ഒന്ന് ഇടപെടാനുണ്ട്, സാറിനോടാണ് ചോദിക്കാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു കുറുക്കനും നിരത്തിലിറങ്ങി പൊതുസമൂഹത്തിലിറങ്ങി കൂവുന്നില്ല. അവന്റെ പൊത്തിനകത്തിരുന്നാണ് അവൻ കൂവുന്നത്. അതെ, സൈബർ സ്പേസ് നൽകിയ ഏറ്റവും വലിയ ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് എല്ലാ കുറുക്കന്മാർക്കും ഇരുന്ന് കൂവാനുള്ള പൊത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ സൈബർ ഗുണ്ട എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇത്തരത്തിലുള്ള ചങ്ങാതിമാര് ഇവര് വളരെയേറെ ഭീരുക്കളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ആരെയെങ്കിലും ആക്ഷേപിക്കാനായിട്ടുള്ള സ്വാഭാവികമായ ഒരു സ്വഭാവ വൈകൃതത്തിൻ്റെ അപകർഷതയുടെ ഒക്കെ പൊത്തിലിരുന്ന് ഇങ്ങനെ കൂവുകയാണ്. ഈ പറയുന്ന ചങ്ങാതിക്ക് ഇപ്പം ഈ പറയുന്ന കന്യാസ്ത്രീകളെ, നമ്മുടെ സിസ്റ്റേഴ്സിനെ ഇതുപോലെ അശ്ലീല പദങ്ങൾ കൊണ്ട് ആക്രമിക്കുന്ന, വിരൂപമാക്കുന്ന ഈ പറഞ്ഞ വ്യക്തിക്ക് ധൈര്യമുണ്ടോ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് പറയാൻ? അയാൾ എവിടെയാണ് എന്ന് അയാൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ ചങ്ങാതിക്ക് കിട്ടിയ പോലെയുള്ള സംഗതികൾ അയാൾക്ക് കിട്ടുകയില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ സാറിനോട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, നമ്മുടെ സൈബർ ക്രൈമുകളുടെയൊക്കെ നോഡൽ ഓഫീസറായ നമ്മുടെ മനോജ് എബ്രാഹിം സാറ് IPS, അദ്ദേഹം ഗവൺമെൻറ്റിന് 9 മാസം മുമ്പ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത്രേ, യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നതിൻ്റെ ലൈസൻസ്, യൂട്യൂബ് ചാനൽ ഇപ്പോൾ ആർക്കും തുടങ്ങാം, ഫേസ്ബുക്ക് പേജ് ആർക്കും തുടങ്ങാം, അത് നിയമപരമായ ഒരു കർമ്മമാക്കി മാറ്റുകയും ഈ വ്യക്തിയുടെ സർവ്വ ഡീറ്റെയിൽസും സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ സമാഹരിച്ചതിന് ശേഷം മാത്രം യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും ചെയ്യുക എന്നൊരു നിർദ്ദേശം 9 മാസത്തിന് മുമ്പ് അദ്ദേഹം കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ടെന്നും കേരള സർക്കാർ അത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നുമൊക്കെ ഉള്ളൊരു ന്യൂസ് വായിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താനായിട്ട് ഇന്നത്തെ ഈ സൈബർ സാഹചര്യത്തിൽ സാധിക്കുമോ? ആന്റണി സാറിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, അത്തരത്തിലൊരു നടപടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കുറ്റകൃത്യം ചെയ്യുന്നവർ കുറച്ച് പേര് മാത്രമേ ഇതിൽ കാണുകയുള്ളൂ. സൈബർ ക്രൈംസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ചാനലിലോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് തന്നെയാണെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പം നമ്മളത് വിവേകപൂർവമായിട്ട് അതിനെ വിനിയോഗിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയോ ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നത്. അത് ഗവൺമെൻറ് അതിനകത്ത് ഏത് രീതിയിലുള്ള തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഈ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്നതും ഈ ഫോർവേഡ് ചെയ്യുന്നവരുണ്ട്, ഇത് തന്നെ അത് ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പം അത്തരത്തിലുള്ളവരെയും ഇതിൻ്റെ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക, അവരും കുറ്റവാളികളാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പം ഇതിൻ്റെ പ്രചരണം, ഈ ദുഷിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രവണത നിന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനോ സാധിക്കും. നമുക്ക് പലപ്പോഴും ഈ സൈബർ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ട് ഒരാളെ, അത് ഇട്ടയാളെ പിടിക്കാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എല്ലായിടത്തു നിന്നും മാറിപ്പോകുന്നുണ്ട്. എല്ലാവരും അത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഭയമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒളിവിലിരുന്നിട്ട് ഇവർ ഓരോ കൃത്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. രംഗത്ത് വരാനോ അത് ഏതെങ്കിലും ഒരു വെളിച്ചത്തിലേക്ക് വന്നിട്ട് അവർ അറിയപ്പെടാനോ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാനോ ഒന്നും അവർക്ക് അതിനുള്ള ധൈര്യമുള്ളവരുമല്ല. അപ്പം നടപടികൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ നിയമനിർമ്മാണവുമായിട്ട് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന വാർത്ത കൂടി നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ ചില നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചാൽ കേരളത്തിലെങ്കിലും ഇത്തരം ആക്രമണങ്ങൾക്ക് കുറവ് വരാനുള്ള ഒരു സാഹചര്യം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം അത് ഗവൺമെൻറ്റായിട്ട് തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് മാത്രമായിട്ട് നിലവിൽ ഇപ്പോൾ ഇതിനുള്ള നിയമങ്ങൾ ഉണ്ട്. ഇതിന്റെ പരിധിയിൽ വരുന്ന നിയമങ്ങളുണ്ട്. IT ആക്ടിന്റെ ആ ഒരു അഭാവം
കുറേയൊക്കെ ഒരു ആശങ്ക തന്നെയാണല്ലോ. നമ്മൾ പല നിയമങ്ങളും പല ഉപവകുപ്പുകളും നമുക്ക് ചാർജ് ചെയ്യാമെങ്കിൽ പോലും അതൊരു പ്രതിസന്ധി തന്നെയല്ലേ? അതെ, അത് ഭേദഗതി വരുത്തിക്കൊണ്ട് അതിൽ എവിടെയാണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അത് നിയമസഭയ്ക്കോ അല്ലെങ്കിൽ പാർലമെന്റിനോ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം അത് മൊത്തത്തിലായിട്ട് മാറ്റേണ്ട, നമ്മൾ നിലവിലുള്ള നിയമങ്ങൾ തന്നെ ഇതിന് ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് മറ്റൊരു നിയമനിർമ്മാണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. നിലവിലുള്ളതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരം നിയമനിർമ്മാണം കേരളം ഭരിക്കുന്നവർക്കും ഭാരതം ഭരിക്കുന്നവർക്കും ഒക്കെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവരും നാട് ഭരിക്കുന്നവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു ആക്ടിൻ്റെ ലൂപ്പ് ഹോളിൽ നിന്നുകൊണ്ടാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സൈബർ ന്യായീകരണ തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുമൊക്കെ ഇവർ പോലും ഉപയോഗിക്കുന്നത് ഈ ആക്ടിൻ്റെ ഈ ലൂപ്പ് ഹോളിലാണ് എന്ന കാര്യം നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഇവർക്ക്, ഈ ഭരിക്കുന്നവർക്ക്, ഭരണമുള്ളവർക്കൊക്കെ നിസ്സാരമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അവിടെയാണ് ജനങ്ങൾ ഇവിടെ ഇടപെടേണ്ടതും പൊതുജനം ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതും നമ്മളെ നയിക്കുന്നവരെ നിർബന്ധിപ്പിച്ച് ഈ കാര്യങ്ങളിൽ ഭരണപരമായ ഭേദഗതി വരുത്താനുള്ള ഒരു സമ്മർദ്ദം കൊടുക്കേണ്ടതും പൊതുജനങ്ങളാണ് എന്ന കാര്യം കൂടി ഇവിടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ചർച്ചയുടെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ സിസ്റ്റർ റാണിയിലേക്ക് എത്തുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഇനിയും ഒരുപക്ഷെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇത്തരം സൈബർ ആക്രമണങ്ങളെ നിങ്ങൾ ഇനിയും നേരിടേണ്ടി വന്നേക്കാം. അപ്പോഴൊക്കെ ഏത് നിലയിലായിരിക്കാം ഒരു സിസ്റ്റർ നിലയിൽ ഈ വിഷയത്തെ സിസ്റ്റർ ഉൾപ്പെടുന്ന സമൂഹം അഭിമുഖീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കാം പ്രതിരോധിക്കാൻ പോകുന്നത്? സിസ്റ്റർ, ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചതുപോലെ നമുക്കിവിടെ ഒരു കൂട്ടായ്മ ഉയർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സന്യസ്തരാണ് എങ്കിലും നമ്മളിവിടെ പലരും ചർച്ച ചെയ്തതുപോലെ നമുക്ക് സംഘടിതമായി പ്രതിഷേധിക്കാനായിട്ട് ഒരിടമില്ല. അപ്പോൾ ഇവിടെയുള്ള സൈബർ സെല്ലുകളിൽ കൂടെയും മറ്റും രൂപതകളിൽ കൂടെ ഉണ്ട് എന്നിവിടെ സ്റ്റീഫൻ അച്ഛനും റോയി അച്ഛനും ഒക്കെ പറയുകയുണ്ടായി. അതിൻ്റെ കീഴിൽ ഒത്തൊരുമിക്കുക. സന്യസ്തരായിട്ടുള്ള നമ്മളെല്ലാവരും വിവിധ സന്യാസ സമൂഹങ്ങളുണ്ട്, വിവിധ റീത്തുകളിൽ പെടുന്ന സന്യാസ സമൂഹങ്ങളുണ്ട്. എല്ലാവരും കൂട്ടായ്മയോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇങ്ങനെ നേരിടുന്ന സൈബർ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ക്രിമിനൽ ആക്രമണങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൽ അത്യാവശ്യമായിട്ടുള്ളത്. വ്യക്തമാണ്. ഫാദർ റോയി കണ്ണഞ്ചിറ, ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് പൂർത്തിയാക്കാം. ഇത്തരത്തിലുള്ള ഒരു ചർച്ച കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം പ്രിയപ്പെട്ട ആന്റണി സാറ് സൂചിപ്പിച്ച പോലെ നിയമം എല്ലാവരുടെയും അവകാശമാണ്. നിയമം അവകാശമാണെങ്കിൽ അതെല്ലാവർക്കും കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ കേരളത്തിലെ ഒരു ദുർഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴുത്തിന് പിടിച്ച് ചോദിച്ചാൽ മാത്രമാണ് ഇവിടെ പരിരക്ഷ ലഭിക്കുക. കരിയോയിൽ ഒഴിച്ചാൽ മാത്രമാണ് നിയമപരിരക്ഷ ലഭിക്കുക. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒരു സ്ത്രീക്കോ കന്യാസ്ത്രീക്കോ ഉണ്ടാകരുത് ഈ കേരളത്തിൽ. അതുമാത്രമല്ല, മാധ്യമങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട്. ഇവിടെ നവമാധ്യമങ്ങളുടെ സൈബർ മേഖലയിലെ ആക്രമണങ്ങളെ പറ്റിയാണ് വേദനയോടുകൂടി പല ചിന്തകളും ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കുവെച്ചത്. അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. ഇപ്പം തലശ്ശേരി അതിരൂപതയിലെ മരിയദാസ് അച്ഛൻ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 10 പേരിൽ താഴെയുള്ള ഒരു സമൂഹവുമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പള്ളിയിലേക്ക് പോലീസ് എരച്ചു ചെല്ലുകയും അദ്ദേഹത്തെ നിർബന്ധമായിട്ട് കുർബാന നിർത്തിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു, വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഇതിന്റെ കൂടെ ഫാദർ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 ആഴ്ച മുമ്പ് മലബാർ മേഖലയിൽ ഒരു പ്രമുഖ നേതാവിന്റെ ശവസംസ്കാര പ്രോസസ്സിൽ പങ്കെടുത്തത് 1000-ലധികം ആളുകളാണ്. അവർ യാതൊരു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല. അത് മുഖ്യധാര മാധ്യമങ്ങൾക്ക് വാർത്തയായിരുന്നില്ല, ഒരു ഫ്ലാഷ് ന്യൂസും വന്നില്ല. ആകെ കുറച്ചാളുകൾ മാത്രമേ അതിനെതിരെ ഫേസ്ബുക്കിൽ പോലും പ്രതികരിച്ചുള്ളൂ. അതിനെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കേസെടുത്തില്ല. അതിനെതിരെ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരൊന്നും അതിനെതിരെ പ്രതികരിച്ചില്ല. അതുകൂടി ചേർത്ത് വായിച്ചിട്ട് നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്താം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും കാണാൻ ഇവിടെ മുഖ്യമന്ത്രിയില്ല. ആയിരക്കണക്കിന് പേര് അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ
ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിലും ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർ യാതൊരു കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കാതെ കൂടിയതാണ് കേരളത്തിൽ. അതുപോലെ തന്നെ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഒരു വ്യക്തി മരിച്ചപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടി. അതിനെപ്പറ്റിയൊന്നും മുഖ്യമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ വാ പൊളിക്കാൻ കഴിയില്ല. ഇവിടെ കത്തോലിക്ക സഭയുടെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് 10 പേര് ഒരുമിച്ച് കൂടി. അതിൻ്റെ പേരിൽ ഒരു അച്ഛനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ എത്രമാത്രം ക്ലേശിച്ചിട്ടാണ് കേസ് അവർ പിൻവലിക്കേണ്ടി വന്നത്. കാരണം അതുപോലെ സംഘടിതമായിട്ട് തലശ്ശേരി അതിരൂപതയിലെയും കത്തോലിക്ക സഭയിലെയും KCYM-ഉം AKCC-യും ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കിയപ്പോഴാണ് ഈ 10 പേരുടെ പേരിൽ 10 പേരെ വെച്ച് കുർബാന ചൊല്ലി അച്ഛനെതിരെ എടുത്ത കേസ് പിൻവലിക്കാനായിട്ട് തുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സ്റ്റീഫൻ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സംഘടിതമായ പ്രതിഷേധങ്ങൾ ആവശ്യമാണ്. കത്തോലിക്ക സഭയിലെ ചില സമർപ്പിതരുടെ പേരിൽ ഇവിടെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്കെതിരെ ഉയർന്ന സമർപ്പിത സംഗമങ്ങൾ അത്തരത്തിൽ ഒരു പുതിയ ചുവടുവയ്പായിരുന്നു. സംഘടിതമായി പ്രതിഷേധിക്കാൻ സമർപ്പിതരുടെ സംയമനം തടസ്സമല്ല എന്ന്, ക്രൈസ്തവ മൂല്യങ്ങൾ ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് തടസ്സമല്ല എന്ന്, ഇവിടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ജീവിതാവകാശങ്ങൾ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കാനുള്ള അവകാശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോരാടുന്നതെന്നും പോരാട്ടം തുടങ്ങുന്നതെന്നും തുടരുന്നതെന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും കേരളത്തിലെ നിയമ സംവിധാനങ്ങളോടും പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഇനി പ്രതിഷേധിക്കാതെ സഭ അനുവദിക്കുന്ന രീതിയിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കുന്ന രീതിയിൽ സംഘടിതമായി പ്രതിഷേധിക്കാതെ ഇവിടെ ഒരു നിയമത്തിനും പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ ഇവിടെ ഞങ്ങളുടെ സഭയുടെ സംവിധാനങ്ങളുണ്ട്. AKCC ഉണ്ട്, KCYM ഉണ്ട്, അതുപോലെ നിരവധി സംഘടിത സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ആ സംവിധാനങ്ങളും സഭയുടെ ലീഗൽ സെല്ലും ഇത്തരത്തിൽ ആരുടെയെങ്കിലും ആക്രമണങ്ങൾക്കിരയായാൽ അങ്ങോട്ട് അന്വേഷിച്ചു ചെന്ന് അവർക്ക് നീതി നടത്തി കൊടുക്കുവാനായിട്ടുള്ള ഒരു ജാഗ്രത ഞങ്ങളുടെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടപ്പിലാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ചർച്ചയിൽ പങ്കുചേർന്നതും ഈ ചർച്ചയുടെ ചിന്തകൾ പങ്കുവെച്ചതും ഇവിടെ ഈ ചർച്ച സമാപനത്തിലേക്ക് കൊണ്ടുവരുന്നതും. അതുകൊണ്ട് ഇനി 75 വയസ്സുള്ള വൃദ്ധനോടാണേലും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ പറയാനുള്ളത് പറയും. പക്ഷേ നിങ്ങൾ എവിടെയാണോ അവിടേക്ക് ഞങ്ങളുടെ ആൾക്കാർ ചെല്ലും, പറയാനുള്ളത് ചൊല്ലും. പക്ഷേ തല്ലില്ല. തല്ല് തരുന്നത് ഞങ്ങളുടെ ശൈലിയല്ല. പക്ഷെ പറയില്ല എന്ന് വിചാരിക്കരുത്, വരില്ല എന്നും വിചാരിക്കരുത്. സംഘടിതമായി തന്നെ എത്തും. അത് മുഖ്യമന്ത്രിയുടെ മുമ്പിലാണെങ്കിലും ആരോഗ്യമന്ത്രിയുടെ മുമ്പിലാണെങ്കിലും ആക്ഷേപിക്കുന്ന അപകർഷതാബോധത്തിൻ്റെ കുഴിയിലിരുന്ന് കൂവുന്ന കുറുക്കന്മാരുടെ മുമ്പിലാണെങ്കിലും ഞങ്ങൾ എത്തിയിരിക്കും. അതാണ് പറയാനുള്ളത്. വ്യക്തമാണ്. സന്യാസിനികളും സ്ത്രീകളാണ്. അവരെ നിന്ദിക്കുന്നവർക്ക് എതിരായിട്ട് അവർ ഒരുപക്ഷെ കൈക്കരുത്ത് കാണിക്കില്ല. അവരെ അശ്ലീല ഭാഷയിൽ അവർക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് നേരെ അവർ ഒരുപക്ഷെ കരിയോലൊഴിക്കില്ല. അസഭ്യം പറയുന്നവർക്ക് നേരെ അവർ ക്യാമറ തിരിച്ചുപിടിച്ച് ഫേസ്ബുക്ക് ലൈവ് നടത്തില്ലായിരിക്കാം. പക്ഷേ അവരുടെ ഹൃദയവും നീറുന്നുണ്ട്. അവരുടെ നൊമ്പരം കാണുവാൻ കേരളത്തിലെ സംവിധാനങ്ങൾ ഒരുങ്ങണം. നമുക്കുണ്ട് വനിതാ കമ്മീഷൻ, നമുക്കുണ്ട് പോലീസ് സംവിധാനം, നമുക്കുണ്ട് നിയമങ്ങൾ, നിയമപാലകർ. ഇവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കേവലം സന്യസ്തരുടെ മാത്രം വിഷയമല്ല. ധാരാളം ആളുകൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ സൈബർ കുരുക്കിലേക്ക് അധികമായിട്ട് എത്തുവാനുള്ള സാഹചര്യങ്ങൾ, വലകൾ ഇവിടെ വീശപ്പെടുന്ന ഈ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ മനുഷ്യ സമൂഹം സുരക്ഷിതമാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അവിടെ അസഭ്യം പറയുന്നവർക്ക് നേരെ, അശ്ലീലം പറയുന്നവർക്ക് നേരെ മാന്യമായ ഭാഷയിൽ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും ഉള്ള ആ ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർ കാണിക്കേണ്ടത് ഈ കാലഘട്ടം മുന്നോട്ട് വെക്കുന്ന ജാഗ്രത കൂടിയാണ്. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് KA ആന്റണി IPS, ഫാദർ റോയി കണ്ണഞ്ചിറ, ഫാദർ സ്റ്റീഫൻ, സിസ്റ്റർ റാണി, 4 പേർക്കും നന്ദി.